എല്ലാവർക്കും നമസ്കാരം. ജാസിയെയും ആഷിയെയും കുറിച്ച് അറിയാത്ത ആൾക്കാർ മലയാളികൾ കുറവായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഈ ജാസിയെക്കുറിച്ചുള്ള അഭിപ്രായം? ആഷിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. തൽക്കാലം ജാസിയാണ് ഇപ്പോൾ ലൈംലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. ചില സമയങ്ങളിൽ ജാസിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് കുറേ മണ്ടത്തരങ്ങൾ പറയും. അതല്ലെങ്കിൽ പല പല ഇൻ്റർവ്യൂകളിൽ പോയിരുന്നിട്ട് മണ്ടത്തരങ്ങൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള ജാസിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഇന്ന് ജാസിയുടെ വിഷയം എടുക്കാൻ കാരണം 2 ദിവസം മുന്നേ നമ്മുടെ രേഷ് തങ്കുവിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജാസിയെയും ശ്രീലക്ഷ്മിയെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഏതോ ഒരാൾ, അതാരാണെന്ന് നമുക്കറിയില്ല, കാരണം ആ ചോദിക്കുന്ന ആളുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, അതുകൊണ്ട് നമുക്കറിയില്ല ആരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പറയുന്നതിൽ പകുതിയും കിച്ചു ലൈവിൽ വന്ന് പറയാത്ത കാര്യങ്ങളും. ഓക്കെ, ആ വിഷയം എടുത്ത് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ച് വിട്ടതാണ്. ഇന്നിപ്പോൾ ജാസിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേക്കും ഞാൻ ചില പോർഷൻസ് ഞാൻ വെക്കാം. ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേക്കും ജാസി പറഞ്ഞ പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകൾ തോന്നി. ട്രാൻസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ജാസി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ ആ ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഈ ചാനലിൽ വീഡിയോകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, നിങ്ങൾക്ക് കാണാനും പറ്റും. ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ജാസിയുടെ ഓരോരോ വീഡിയോ കട്ട്സ് ആയിട്ട് കാണാം. ഒരു ട്രാൻസ് വിമൻ ആണ് എന്ന് പറയാൻ ജാസിക്ക് നടക്കണമെന്നില്ലല്ലോ. ഇല്ല. അപ്പോ ഒരു ട്രാൻസ് വിമൻ എന്ന രീതിയിൽ ഏതൊരു ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ട്രാൻസ് മെൻ ആയിക്കോട്ടെ, ട്രാൻസ് വിമൻ ആയിക്കോട്ടെ, അവർ വന്ന വഴികൾ പലതായിരിക്കും. പക്ഷെ അവർക്ക് എല്ലാവർക്കും പറയാനുള്ള കഥ ഒരുപക്ഷെ ഒരുപോലെ ആയിരിക്കും അല്ലെ? ഇപ്പൊ വീട്ടിലുള്ള പ്രശ്നങ്ങളായിരിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കാലഘട്ടത്തായിക്കോട്ടെ, കൂടെ വർക്ക് ചെയ്യുന്ന ഒരേ സിമിലർ ആയിട്ടൊരു കഥയായിരിക്കും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശബ്ദം ഉയർത്താൻ, അതായത് നമ്മൾ അടിച്ചമർത്തപ്പെട്ട് കുറെ കാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ടിരുന്ന ആൾക്കാർക്ക് ശബ്ദം ഉയർത്താൻ പറ്റുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് LGBTQIA+ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ഇപ്പൊ കേരളത്തിലും വളരെ ഒരുപാട് പേര് അതിനകത്ത് വരുന്നുണ്ട്, ഒരുപാട് പേര് അതിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജാസിയുടെ കമ്മ്യൂണിറ്റി ആയിട്ട് പോലും എന്തുകൊണ്ട് അവിടെ ജാസിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ആൾക്കാർ പറയുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ഒത്തൊരുമയുടെ ഒരു പ്രശ്നം എന്തുകൊണ്ട് വരുന്നു? ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര്, ഒന്നാമത് വളരെ കുറച്ച് ആൾക്കാർ അവിടെ സ്റ്റക്കായി പോയത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ സ്റ്റക്കായി പോയി. എന്ത് പറ്റി? പറയാൻ വന്ന കാര്യം അങ്ങ് പറയേണ്ടെന്ന് വെച്ചോ? ശരി, പറ. കാരണം മാത്രം ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് വെച്ചിട്ടുള്ളൂ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ. എനിക്ക് അങ്ങനെ എല്ലാവരും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഫ്രണ്ട്സ് അല്ല. കാരണം എനിക്ക് ഒരുപാട് പണി കിട്ടിയതിന് ശേഷം ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ വളരെ റയറായിട്ട് എൻ്റെ കൂടെ 100% ഓക്കെ ആയിട്ട് നിൽക്കുന്നവരെ മാത്രം ഞാൻ കോൺടാക്ട് ലൈസിൽ എൻ്റെ ഉള്ളൂ. അല്ലെങ്കിൽ ജാസി കമ്പനി ആവാത്തതാണോ, ജാസിയെ കമ്പനി ആക്കാത്തതാണോ എന്നതാണ് എൻ്റെ സംശയം. ജാസിക്ക് സ്വയം സെലിബ്രിറ്റി ആണ് എന്നൊരു ധാരണയാണുള്ളത് എന്ന ഒരു ചിന്ത ജാസിക്കുണ്ട്. ഞാനൊരു സെലിബ്രിറ്റി ആണ്. അത് ഈ ഇൻ്റർവ്യൂവിൽ തന്നെ ജാസി പലപ്പോഴും പറയുന്നുണ്ട്, ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ജാസി സ്വയം ചിന്തിച്ച് വെക്കുന്നത് ഞാനൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സെലിബ്രിറ്റിയോട് കമ്പനി അടിക്കാൻ പല സാധാരണക്കാരായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനും താല്പര്യമില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അല്ലാണ്ട് ജാസിയായിട്ട് ഒഴിവാക്കിയത് എനിക്ക് തോന്നുന്നില്ല. ബാക്കി കേൾക്കാം. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിലാണെങ്കിലും പലവരൊന്നും എൻ്റെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ല ആയിരുന്നു. ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് പലവരെയും. സ്റ്റിൽ ഇപ്പോൾ അവർ എൻ്റെ അൺഫോളോയിൽ തന്നെ കിടക്കുന്നത്. എനിക്കറിയില്ല എന്താണ് ഇപ്പൊ ഈ ലാസ്റ്റ് കമ്മ്യൂണിറ്റിന്റെ ഒരു പ്രോബ്ലം നടന്ന സമയത്തും ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒട്ടുമിക്ക ഒരു പരിപാടിക്കും കമ്മ്യൂണിറ്റിന്റെ പരിപാടിക്കും പോകുന്ന വ്യക്തിയല്ല. അതുകൊണ്ടാണ് ജാസിനെ ഒഴിവാക്കിയത്. മെയിൻ ആയിട്ടുള്ള പരിപാടികൾക്കൊന്നും ജാസി പോവാറില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിന് ജാസി എത്തിയത് പബ്ലിക് സ്റ്റാൻഡിന് വേണ്ടിയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ജാസി അവർ ഒഴിവാക്കുന്നത്. കാരണം ഞാനത് പറയാൻ കാരണം ജാസി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെതിരായിട്ട്, ട്രാൻസ്ജെൻഡേഴ്സിനിടയിൽ യൂണിറ്റി ഇല്ല, ട്രാൻസ്ജെൻഡേഴ്സ് തമ്മിൽ എപ്പോഴും അടിയും പിടിയും വഴക്കൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം കമ്മ്യൂണിറ്റി തന്നെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ജാസിക്കുണ്ട്. അവർക്കിടയിൽ യൂണിറ്റി ഇല്ലെങ്കിൽ പോലും അത് നിങ്ങൾക്കിടയിൽ നിൽക്കേണ്ട വിഷയമാണ്. പക്ഷെ പലപ്പോഴും പല ഇന്റർവ്യൂവിലും കണ്ടിട്ടുണ്ട് ജാസി സ്വന്തം കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് തന്നെ സംസാരിക്കുന്നത്. പിന്നെ അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഇവർ അംഗീകരിക്കുന്നത്? എന്നാൽ ജാസിയെ സ്നേഹിക്കുന്ന ആൾക്കാരില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനകത്ത് ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ ജാസിയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. ജാസി പലപ്പോഴും ഈ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്. മാസ്കും മുഖം എല്ലാം മറച്ചിട്ടുള്ള കുറെ ആൾക്കാർ നിന്റെ ഗർഭം എന്തായി, നിന്റെ ചെക്കൻ എവിടെ, നീ അങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ജാസി, ഈ ഗർഭത്തിന്റെ കാര്യം പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത ആരാണ്? ഞാൻ അമ്മയാവാൻ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, എന്നോട് അഡോപ്ഷന് കുഞ്ഞിനെ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യം കേട്ടപ്പോഴാണ് എനിക്കൊരു അമ്മയാവാനുള്ള എൻ്റെ ഉള്ളിലെ ആഗ്രഹം കൂടുതൽ പുറത്തേക്ക് വന്നതും ഞാൻ അതിന് തയ്യാറായതും ഞാൻ അതിനുവേണ്ടി ഒരുപാട് കാത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അഡോപ്ഷൻ്റെ കാര്യം പറയാതെ അമ്മയാവാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷെ അന്ന് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. എൻ്റെ സർജറി ചെയ്യാൻ പോവുകയാണ്, ഞാൻ സർജറി ചെയ്ത് കഴിഞ്ഞു, ഞാൻ സർജറി കഴിഞ്ഞ് റെസ്റ്റിലാണ്. എന്ത് സർജറിയാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയുന്നില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളത് പബ്ലിക്കിലേക്ക് പറയേണ്ട കാര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമെങ്കിൽ ഈ സർജറിയുടെ കാര്യമേ പറയാൻ പോരുതായിരുന്നു. നിങ്ങൾ ടോപ്പ് സർജറി ചെയ്തിട്ട് ഡൗൺ സർജറി ചെയ്തു എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരാളാണ്. ആ ഹോസ്പിറ്റലിന് പോലും ഒരു പക്ഷേ പ്രശ്നമാവുന്ന ലെവലിലാണ് നിങ്ങളുടെ പല വീഡിയോകളും ആ സമയത്ത് പോയത്. അതിനെ പൊളിച്ചടുക്കി
നമ്മുടെ ബൈജൂസ് വ്ലോഗിൽ ബൈജുവേട്ടൻ ആ ഹോസ്പിറ്റലിൽ വിളിച്ച് സംസാരിച്ച് അതെല്ലാം പുറത്തേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങൾ ഒതുങ്ങിയത്. ഇപ്പോൾ ഈ രേഷ് തങ്കുവിന്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ വീണ്ടും പുറത്തേക്ക് ചാടി അവരെ സപ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ലൈമിലായിട്ട് നിൽക്കുക, നിങ്ങളുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ചർച്ചയിൽ വരിക, അല്ലെ എന്ത് സംഭാവന പബ്ലിക്കിന് കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ പോലുള്ള ആൾക്കാരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്ത് തരം മെസ്സേജാണ് നിങ്ങൾ ഇതിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും ഒരു വിടുപാത്രം പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോപ്രായം കാണിച്ച് ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ കുറച്ച് നാൾ ലൈമിലായിട്ട് നിൽക്കുക, അതൊന്ന് തണുക്കുമ്പോഴേക്കും വീണ്ടും എന്തെങ്കിലും കുത്തിപ്പൊക്കൊണ്ട് വരിക. ഇതാണ് ഇവരൊക്കെ ചെയ്യുന്നത് അല്ലേ? ബാക്കിയൊക്കെ കമ്മ്യൂണിറ്റി തന്നെ ഒരു ഒത്തൊരുമ പറഞ്ഞ സംഭവം ഇല്ല സത്യം പറഞ്ഞാൽ. എങ്ങനെയുണ്ട്? കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു ഒത്തൊരുമ എന്ന സംഭവം ഇല്ല. ഇത് സ്വന്തം കുടുംബത്തെ പിച്ച് കയറാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തൊരുമ ഇല്ലെങ്കിൽ അത് ഒത്തൊരുമ ഉണ്ടാക്കേണ്ടത് ഇവരെല്ലാവരും കൂടി അല്ലേ? അത് ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല, ഇവർക്ക് വയ്യ. എന്നിട്ട് ഈ വിവരം പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഒത്തൊരുമയില്ല. ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ടേ. ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് കുറെ പുഴുക്കുത്തലുണ്ടാവും. ആ പുഴുക്കുത്തൽ ചിലപ്പോൾ അതിനേക്ക് അടുപ്പിക്കില്ലായിരിക്കും. അതാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഒത്തൊരുമ എങ്ങനെ ഉണ്ടാവുന്നത്? നിങ്ങളും അതിലൊരു ഭാഗമല്ലേ? നിങ്ങൾ ആ ഒത്തൊരുമ ഉണ്ടാക്കാൻ നിങ്ങൾ എന്താ ശ്രമിക്കാത്തത്? ശ്രമിക്കുന്നില്ല, ശ്രമിക്കാൻ വയ്യ. ഈ വാഴ നനയുമ്പോൾ ചീരയും കൂടി നനയുക, ഇതാണ് ജാസിയുടെ ഒരു രീതി. എവിടെയെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ അവിടെ പോയി രണ്ട് അഭിപ്രായം പറയുക, അതിന്റെ ചുക്കാൻ പിടിച്ചിട്ട് കുറെ സംസാരിക്കുക. ഇതാണ് ജാസിമോന്റെ രീതി. നമ്മളിപ്പോ ഏതൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ആക്കണമെങ്കിലും ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ ആ കാര്യം വിജയിക്കത്തുള്ളൂ. അറിയില്ല, ഞാൻ കുറച്ച് ഫെയിം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ കുറച്ച് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ചില ഒരു തുടക്കം ഉണ്ടായിരിക്കട്ടെ ജാസി. എവിടെ നിന്നാണ് താങ്കൾക്ക് മനസ്സിലായത് അത് എന്റെ കമ്മ്യൂണിറ്റി എന്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ അവരെനിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊരു ബോധ്യം എപ്പോഴാണ് ഉണ്ടായത്? അതിനൊരു കാരണം ഉണ്ടാവും. അല്ല, എനിക്ക് എന്റെ പണ്ട് ഞാൻ കൊച്ചിയിലെ സമയത്ത് ഞാൻ പണ്ടും എന്റെ കൊച്ചിയിലെ സമയത്ത് അവിടെ പഠിക്കുന്ന സമയത്തൊക്കെ എന്നെ അറിയുന്ന കുറച്ച് പഴയ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ സ്റ്റിൽ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. പുതിയ വന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടല്ലോ, എന്താണ് ജാസി എന്ന് അറിയാത്ത കുറെ കമ്മ്യൂണിറ്റികളുണ്ട്. എന്താണ് ജാസി ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ് ജാസി? ഒരു സമയത്ത് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് അവർക്കൊപ്പം ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവരെ ഡിവോഴ്സ് ചെയ്ത് ഇപ്പോൾ വേറൊരാളുടെ കൂടെ ജീവിക്കുന്നു, സ്ത്രീ എന്ന ലേബലിൽ ജീവിക്കുന്നു. പക്ഷെ ഇപ്പോഴും ജാസി പരിപൂർണ്ണ ട്രാൻസ്വുമൺ ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ജാസി എന്താ ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്വുമൺ ആണെന്ന് പറയുമ്പോൾ പരിപൂർണ്ണമായിട്ടും ട്രാൻസ്വുമൺ ആയിട്ടുണ്ടോ? അങ്ങനെ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കാര്യം എന്താണ്? അങ്ങനെ ആയിട്ടല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. ജാസി ഇപ്പോഴും, ഞാൻ പറയുന്നില്ല, പോട്ടെ, ആൾക്കാർക്ക് അറിയാലോ കാര്യം എന്താണെന്നുള്ളത്. പിന്നെ എനിക്കറിയില്ല, ഇപ്പം ഞാൻ കുറച്ച് ഫെയിം ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വ്യൂസും അല്ലെങ്കിൽ മീഡിയ കവറേജും കിട്ടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കറിയില്ല, വാട്ടവർ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ജലസ് ആയിരിക്കാം. മെയിൻ ജലസ് ആണ് സംഭവം. അടിപൊളി. ജാസിയെക്കാളും ഫെയിമുള്ള, ജാസിയെക്കാളും വ്യൂവർഷിപ്പ് ഉള്ള, ജാസിയെക്കാളും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിന് എനിക്കറിയാം. ട്രാൻസ്മെൻസും ഉണ്ട്, ട്രാൻസ്വുമൻസും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവരൊന്നും പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാറില്ല. അവരവരുടെ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു. മനസ്സിലായോ? ഒത്തിരി ആൾക്കാരുണ്ട്. ഇവരെല്ലാം മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അല്ലാണ്ട് പബ്ലിക് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. പബ്ലിക്കിന്റെ ഒരു വെറുപ്പ് സംഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. ജാസി ചെയ്ത ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു തരുമോ? പബ്ലിക്കിന് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ജാസി ചെയ്തൊരു നല്ല കാര്യം. ജാസി പറയുന്നത്, എനിക്കൊരു എൻ്റെ ഫെയിം കണ്ടിട്ട് അസൂയ, എന്ത് ഫെയിമാണ്? നെഗറ്റിവിറ്റിയോ, നെഗറ്റീവ് റീച്ചോ? ഇതാണോ ഫെയിം ഉദ്ദേശിക്കുന്നത്? അത് കണ്ടിട്ട് അസൂയ. ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക്, കുറച്ച് ആൾക്കാർക്ക് ഉള്ള സംഭവമാണ്. ഒരാൾ പഠിക്ക് മുകളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് സൗന്ദര്യമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു അസൂയ, അല്ലെങ്കിൽ കുറച്ച് മീഡിയ കവറേജ് ഉള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു അസൂയ, ഒരു ഇത്, അതൊക്കെ ഓൾറെഡി എല്ലായിടത്തും ഉള്ളതുപോലെ ഞങ്ങളെ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. ജാസിമോൻ പറയാതെ പറഞ്ഞു വെച്ചു, സൗന്ദര്യം, മീഡിയ കവറേജ്, ഇതെല്ലാം എനിക്കുണ്ട്. അപ്പം എന്നെ കാണുമ്പോൾ അസൂയ കൊണ്ടാണ് എന്നെ മാറ്റി നിർത്തുന്നത്. SP ആണല്ലേ ജാസി? SP എന്ന് പറഞ്ഞാൽ സ്വയം പൊങ്ങി. അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജാസി ഒരു സ്വയം പൊങ്ങിയാണ്. ഞാൻ സെലിബ്രിറ്റിയാണ്, എനിക്ക് ഒരുപാട് ഫെയിം ഉണ്ട്, എനിക്ക് ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എവിടെയും എന്തും തുറന്നടിച്ച് സംസാരിക്കാം. പക്ഷെ പറയുന്ന മുഴുവൻ മണ്ടത്തരങ്ങളാണെന്ന് മാത്രം. ഒരു കുട്ടിനെ അഡോപ്റ്റ് ചെയ്യാൻ എന്നൊരു രീതിയിൽ ഞാൻ ഇങ്ങനെ എത്തി. അതായത് അവരും ഓക്കെയാണ്, ആ കുട്ടീനെ നമുക്ക് തരാൻ വേണ്ടി അവർ ഓക്കെയാണ്. അവരാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. കാരണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു ചോദ്യം, ഏതെങ്കിലും ഓർഫനേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കുട്ടികളെ നോക്കുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, അവിടെ അഡോപ്ഷന് വേണ്ടി ആളുകളോട് അങ്ങോട്ട് ചോദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. സാധാരണ അഡോപ്ഷന് വേണ്ടി അങ്ങോട്ട് ഈ സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോൾ പോലും അവർ ചോദിക്കുന്ന കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, കുറേ നിബന്ധനകളുണ്ട്. ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ, ഒന്ന്, വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാവാത്ത ആൾക്കാരായിരിക്കണം. രണ്ട്, നമ്മുടെ സ്വത്തുക്കളുടെ ഒരു ഭാഗം മുഴുവനും ഈ കുട്ടിയുടെ പേരിൽ എഴുതി വെക്കണം. കുറേ അധികം കാര്യങ്ങൾ പറയും. അത് അങ്ങോട്ടും ചെല്ലുമ്പോഴേ പറയത്തുള്ളൂ. ഇങ്ങോട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കുട്ടിയുണ്ട്, അഡോപ്ഷന് വേണോ എന്നൊന്നും ചോദിച്ചു വരുന്ന കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ, അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാര്യം ഒരുപാട് പേര് ഇങ്ങനെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു ഉപകാരമാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതൊന്ന് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. എവിടെയെങ്കിലും ഇങ്ങനെ കുട്ടികളെ അങ്ങോട്ട് പോയിട്ട്, ഇവിടെ കുട്ടികളുണ്ട്, നിങ്ങൾക്ക് അഡോപ്ഷന് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കുട്ടികളെ വളർത്താൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് വരുന്ന സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന്
കമൻറ്റ് ചെയ്യൂ. ഈ ന്യൂസ് ഇങ്ങനെ ഇറങ്ങിയതിന്റെ സമയത്തൊക്കെ ഇതിന് മുമ്പ് ഞാനിങ്ങനെ പല ഇന്റർവ്യൂലും പറഞ്ഞു എനിക്കൊരു അമ്മയാവാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം. അത് ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, കാരണം അത് ലീഗലി ഇറ്റ്സ് നോട്ട് ഗുഡ്. ജാസി ഇപ്പോൾ പറഞ്ഞതും ലീഗലി ഇറ്റ്സ് നോട്ട് ഗുഡ്. കാര്യം അഡോപ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറാണ്. ആ അഡോപ്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു, അവർ നമ്മളോട് ഇങ്ങോട്ട് ഒരു ഫോം തന്നു, അതിൽ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് പ്രൊസീജിയർ കഴിയുമ്പോൾ മാസങ്ങളെടുക്കും. ഇത് കഴിഞ്ഞിട്ടാണ്, ഇത് എൻ്റെ അറിവിലുള്ള ചെറിയ കാര്യം കേട്ടോ, കുട്ടിയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ക്രൈറ്റീരിയാസ് ഒരുപാടുണ്ട്, കുറച്ച് കാര്യങ്ങളൊന്നും അല്ല. കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ പുറകിലുണ്ട്. പിന്നെ ജാസിക്ക് എന്തുകൊണ്ട് അതും ജാസി പറഞ്ഞിട്ടുണ്ട് സിംഗിൾ പാരൻറ്റിന് കൊടുക്കത്തില്ല എന്ന് പറയുന്നു. കല്യാണം കഴിഞ്ഞിട്ടാണ് പോയി എടുക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷത്തോളാണെന്ന് തോന്നുന്നു, കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ക്രൈറ്റീരിയ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ പരിചയമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവർ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും, എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. ഇവിടെ ജാസി പറയുന്നത് സിംഗിൾ പാരൻ്റ് ആയതുകൊണ്ട് കിട്ടത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ജാസി പറയുന്നുണ്ട്. ഇതൊക്കെ എനിക്കറിയില്ല എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന്, കേൾക്കാം. അപ്പോൾ അത് അവർക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, നമുക്ക് ലീഗലി തന്നെ എല്ലാം മൂവ് ചെയ്യാം, കാരണം കുട്ടീനെ നിങ്ങൾ തരണം, പിന്നെ കുട്ടീനെ ചോദിച്ചു വരാനും പാടില്ലോ. അപ്പോൾ ലീഗലി നമുക്കിത് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ ഹെൽത്തായിട്ട് പോയൊരു റിലേഷൻ, ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ഡൗട്ടുകളായപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറച്ച് ശീതൾ ചേച്ചി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ചോദിച്ചു, മമ്മി ഇങ്ങനെ ഒരു കുട്ടീനെ എടുക്കുന്നത് കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചിനോട് പറഞ്ഞു ഇല്ല, നമ്മൾ സിംഗിൾ പാരൻസിന് ഒരിക്കലും കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഉണ്ടോ ട്രാൻസ്ജെൻഡേഴ്സിൽ സിംഗിൾ പാരൻ്റ് ആയിട്ടുള്ള? എനിക്ക് നോർമലുള്ള ആൾക്കാരുടെ കാര്യം അറിയത്തുള്ളൂ. ട്രാൻസ്ജെൻഡേഴ്സിൽ സിംഗിൾ പാരൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ കൊടുക്കത്തില്ലേ? അതും കൂടി നിങ്ങളൊന്ന് സൂചിപ്പിക്കണേ, ഒന്ന് പറഞ്ഞു തരണേ. ഇതൊക്കെ എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. പക്ഷേ ഇവിടെ വേറൊരു ചോദ്യം, ജാസി സിംഗിൾ പാരൻ്റ് അല്ലല്ലോ, ആഷി കൂടെ ഇല്ലേ? ജാസിയും ആഷിയും കൂടിയല്ലേ ജീവിക്കുന്നത്, പിന്നെ എങ്ങനെ സിംഗിൾ പാരൻ്റ് ആവുന്നത്? കാരണം ഈ ജാസി അമ്മയാവാൻ പോകുന്നു എന്ന് കഥ പറയുന്നത് ആഷി കൂടെ ഉള്ള സമയത്താണ്. ജാസി തന്നെ പറയട്ടെ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുട്ടീനെ കിട്ടും, നമ്മൾ ഇത്ര ഇത് കഴിഞ്ഞ് നമുക്ക് ആ കുട്ടീനെ നമുക്ക് സ്വന്തമാക്കി എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെയിറ്റ് ചെയ്യും, നിങ്ങൾക്ക് അത് ഞാൻ തെളിയിച്ച് തരാം. കാരണം എൻ്റെ മൈൻഡിൽ അപ്പോഴും കുട്ടീനെ എനിക്ക് കിട്ടും എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. അപ്പോൾ ഓക്കെ, ഞാനൊരു കുട്ടീനെ ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു കുട്ടീനെ വളർത്താൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അഫ്കോഴ്സ് എനിക്കൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണം എന്ന് പറയാൻ താല്പര്യമില്ല. ഞാനൊരു അമ്മയാവാൻ പോകുന്നതാണ് എനിക്ക് പറയാൻ താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അമ്മയാവാൻ പോകുന്നു. താല്പര്യമൊന്നുമല്ല, അത് പുറത്തേക്കൊരു ഈ പറഞ്ഞ പോലെ ആൾക്കാർ ചർച്ച ചെയ്യണം. ജാസി അമ്മയാവാൻ പോകുന്നു, ശാസ്ത്രലോകം മാറി, ട്രാൻസ്വുമനായ ഒരാൾ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചർച്ചയാവും. ജാസിയുടെ പേര് കുറച്ചും കൂടി നാൾ ലൈംലൈറ്റിൽ നിൽക്കും. അതിനുവേണ്ടി പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം നിന്നും എഴുതുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജാസി വന്ന് സംസാരിക്കുന്നത്. ഈ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തിനാണ് ഈ ഇൻ്റർവ്യൂ എടുത്തതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ജാസി എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഇൻ്റർവ്യൂ. ഇത് കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് എടുക്കുന്നതാണോ? കാരണം ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞ 35,000 രൂപയാണ് കാശ് ചോദിച്ചത്. ആ ചോദിച്ചത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് അല്ല കേട്ടോ, വേറൊരു അറിയപ്പെടുന്ന ചാനൽ തന്നെയാണ്. ജാസിയൊക്കെ കാശ് അങ്ങോട്ട് കൊടുത്തിട്ടാണോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്? എൻ്റെ ഒരു സംശയം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം അല്ലാതെ ഈ ജാസിയൊക്കെ ഇൻ്റർവ്യൂ എടുത്തിട്ട് എന്താണ് സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ്? ജാസിയെ പോലെ ആൾക്കാരെ ഇൻ്റർവ്യൂ വെച്ചിട്ട്, ജാസിയെ പോലെ ഇൻ ദ സെൻസ് എന്ത് മെസ്സേജാണ് ഇവർ പബ്ലിക്കിന് കൊടുക്കുന്നത് ഫുൾ നെഗറ്റീവ് മെസ്സേജുകളാണ്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി തമ്മിൽ അടിയാണെന്നും അവിടെ ഒത്തൊരുമയില്ലെന്നും അവരെ തമ്മിൽ തെറ്റിക്കാനുള്ള പരിപാടികൾ ഇവർ ഇട്ട് കൊടുക്കുകയാണ്. സൊസൈറ്റിയെ കൊണ്ട് ട്രാൻസിനെ തെറി പറയുന്ന ലെവലിലേക്ക് ഇവർ മാറുകയാണ്, പറയിപ്പിക്കുന്ന ലെവലിലേക്ക് മാറുകയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ എന്തിനാണ് ഇൻ്റർവ്യൂ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. കവിത എഴുതുന്ന ആൾക്കാർ, കഥ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾക്കാർ, എത്രയോ ആൾക്കാരെ കിട്ടും. അവരെ ഒന്നും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് പിക്ക് ചെയ്യാൻ ഈ പറയുന്ന ചാനലുകൾക്ക് താല്പര്യമില്ല. ഇവർക്കെല്ലാം വേണ്ട നെഗറ്റിവിറ്റിയാണ്, നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. ചാനലുകൾക്കായാലും വേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ ദയവേത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എൻ്റെ ഒരു റിക്വസ്റ്റാണിത്. നിങ്ങൾ അത്യാവശ്യം എന്തെങ്കിലും നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഇതൊരു റിക്വസ്റ്റായിട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നു. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.